എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഫോട്ടോഷോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഫോട്ടോഷോപ്പ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് കാണുന്നതെന്ന്. ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോ നിങ്ങളൊരു ട്യൂട്ടോറിയൽ ആയിട്ടോ ക്ലാസ് ആയിട്ടോ കോഴ്സ് ആയിട്ടോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ പറഞ്ഞു തരുന്നോ ആ ഒരു രീതിക്ക് ഇത് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ നീട്ടി വലിച്ച് 30-40 മിനിറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫോട്ടോഷോപ്പിന്റെ ലേഔട്ടും കാര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളൊരു ടൂള് പഠിക്കും. അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പം നമ്മളൊരു ഡിസൈനിങ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് പോയിട്ട് നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളത് മറന്നു പോകും. അതുകൊണ്ട് ഫോട്ടോഷോപ്പിൻ്റെ റിസോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഇല്ലെങ്കിൽ എവിടുന്ന് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫോട്ടോഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളിന്ന് പിക്സൽസ് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ എലമെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പേര് പറയുന്ന പോലെ തന്നെ പിക്ചറിലുള്ള എലമെന്റ്. നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഒരു ഇമേജ് എടുത്തിട്ട് അത് സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ബോക്സുകൾ അടുക്കി വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഓരോ ബോക്സിനെയും പറയുന്ന പേരാണ് പിക്സൽസ് എന്ന്. ഈ പിക്സൽസിൽ പല പല കളർ കോമ്പിനേഷൻ വന്ന് ചേർന്നാണ് നമുക്കൊരു ഇമേജ് ആയിട്ട് ജനറേറ്റ് ആയി വരുന്നത്. പിക്സലിനെ പറ്റി ഇപ്പോഴെന്തിനാണ് നമ്മൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോട്ടോഷോപ്പ് വർക്കാവുന്നത് പിക്സൽ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്കിനിയും ഫോട്ടോഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഏതൊരു സോഫ്റ്റ്വെയറിനുള്ള പോലെ തന്നെ നമ്മുടെ ഫോട്ടോഷോപ്പിന് ഒരു ഹോം പേജ് ഉണ്ട്. ആ ഹോം പേജാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു പടം വരയ്ക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു പേപ്പർ വേണം. ആ പേപ്പർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ക്യാൻവാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടല്ലോ, നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഈ കാണിക്കുന്നതാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ക്യാൻവാസ്, അതായത് പേപ്പർ, നമ്മുടെ പേപ്പർ തന്നെ. അതിനെയാണ് നമ്മൾ ഇവിടെ ക്യാൻവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ക്യാൻവാസ്. ഇനി അതല്ലാതെ നമുക്ക് ഫോട്ടോഷോപ്പ് തന്നെ കുറേ ക്യാൻവാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഫോട്ടോ, പ്രിന്റ്, ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ, വെബ്, മൊബൈൽ, ഫിലിം ആൻഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കണ്ടറിലുള്ളത്. നമുക്ക് ആദ്യം ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 9 ക്യാൻവാസുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫോട്ടോയുടെ സൈസിലുള്ള ക്യാൻവാസുകൾ. അതായത് നമ്മുടെ ഓഫീസിൽ, വീട്ടിൽ, വാൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വരുന്ന ഫോട്ടോയുടെ സൈസുള്ള ക്യാൻവാസുകളാണ് ഇതെല്ലാം. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാൻവാസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ട് ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A4 സൈസ്, A5, A6 അങ്ങനെ നമ്മുടെ പ്രിന്റിൽ വരുന്ന ക്യാൻവാസുകളെല്ലാം ഇവിടെ ഉണ്ട്. അതായത് പ്രിന്റിന്റെ സൈസിൽ വരുന്ന ക്യാൻവാസുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഡിജിറ്റൽ ആർട്ടും ഇല്ലുസ്ട്രേഷൻ, ഡൂഡിലിംഗ് അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിനുള്ള ക്യാൻവാസും നമുക്ക് ഫോട്ടോഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് നമ്മുടെ ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷനകത്താണ്. കണ്ടോ, 1000x1000, 2000x2000 ഇതൊക്കെ പറഞ്ഞു കിടക്കുന്ന ക്യാൻവാസുകൾ നമ്മുടെ ആർട്ട് വർക്ക്, ഇല്ലുസ്ട്രേഷൻ പരിപാടികൾക്കൊക്കെ യൂസ് ചെയ്യും. ഇനി അടുത്തത് വരുന്നത് വെബാണ്. പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ പരിപാടികൾക്ക്, അതായത് വെബ്സൈറ്റിന്റെ ഒരു ലേഔട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനോ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ വെബ്സൈറ്റിന്റെ ക്യാൻവാസുകൾ, അതായത് വെബ്സൈറ്റിന്റെ സൈസുള്ള ക്യാൻവാസുകൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മൊബൈൽ. പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ മൊബൈൽ വാൾപേപ്പറുകൾ അല്ലെങ്കിൽ മൊബൈലിന് ഫിറ്റ് ആയിട്ടുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ, മൊബൈലിലെ UI ക്രിയേറ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ മൊബൈലിന്റെ സെക്ഷനിൽ വരുന്ന ക്യാൻവാസുകൾ യൂസ് ചെയ്യുന്നത്. മൊബൈൽ മാത്രമല്ല, ഇവിടെ ഐപാഡ് ഉണ്ട്, നമ്മുടെ സ്മാർട്ട് വാച്ചുകളുണ്ട്. അതിൻ്റെയൊക്കെ സൈസിൽ വരുന്ന ക്യാൻവാസുകൾ നമുക്കിവിടെ ഫോട്ടോഷോപ്പ് തരുന്നുണ്ട്. ഇനി അടുത്തത് ഫിലിം ആൻഡ് വീഡിയോ. ഫിലിം ആൻഡ് വീഡിയോയ്ക്കകത്ത് വരുന്നത് നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ,
അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് സൈസിലാണോ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തേക്കുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ എനിത്തിങ് മോഷൻ ഗ്രാഫിക്സ് അല്ല ആനിമേഷൻ അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും അല്ല ഇപ്പം യൂട്യൂബ് തമ്മിൽ തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിലിം ആൻഡ് വീഡിയോയുടെ അണ്ടറിൽ വരുന്ന ക്യാൻവാസുകൾ യൂസ് ചെയ്യും. ഇതെല്ലാം പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമിലേക്ക് വരിക. ഇതിപ്പോൾ റീസെൻ്റിലാണ് കിടക്കുന്നത്. നിങ്ങൾ ഫോട്ടോഷോപ്പ് പുതിയ ഓപ്പൺ ആക്കുമ്പോഴും അവിടെ കസ്റ്റം കാണും. ഞാനിപ്പോൾ ഒരു കസ്റ്റം ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടിരുന്നതാണ് ഈ 2000x2000. അതിൻ്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ഡ്രോയിങ്. ഇനി അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും മാറ്റാൻ പോകും. വിഡ്ത്ത് അത് ഞാൻ 1000 കൊടുക്കുന്നു. ഇനി ഹൈറ്റ് 1000 കൊടുക്കും. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിക്സലിലാണോ എന്ന് നോക്കണം. 1000 ഇഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പണി പാടും. ഫോട്ടോഷോപ്പിൽ അത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇത് പിക്സലാണോ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വട്ടവർ നിങ്ങൾ ഏതാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. മനസ്സിലായി, നിങ്ങളിപ്പോൾ സെന്റിമീറ്ററിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കുക. പിക്സലിലാണോ എന്ന് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ സ്ക്വയറിലാണ് എടുത്തേക്കുന്നത്. 1000x1000. ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയറിലേ വരത്തുള്ളൂ. പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ ഇട്ട് കഴിഞ്ഞാലും സെയിം ആയിട്ടേ വരത്തുള്ളൂ, കാരണം അത് സ്ക്വയറാണ്. ഇത് റെസൊല്യൂഷൻ. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഇനി RGB യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള കണ്ടന്റുകൾക്കാണ് നമ്മൾ RGB കളർ കോഡ് യൂസ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ RGBയുടെ അവിടെ ഞെക്കിയിട്ട് CMYK ആക്കിയാൽ മതി. നമ്മൾ പ്രിന്റിംഗ് പർപ്പസിന് CMYK കളർ മോഡാണ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റലിന് നമ്മൾ RGBയും പ്രിന്റിംഗ് പർപ്പസിന് നമ്മൾ CMYK ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിന്റെ കളർ വേണമെങ്കിൽ മാറ്റാം. വേണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, വൈറ്റ് ആക്കാം, അല്ലെങ്കിൽ റെഡ് ആക്കാം. അങ്ങനെ ഏത് കളറും മാറ്റാം. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അവിടെ വരും. അപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ റെഡ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ പേപ്പറിന്റെ കളർ റെഡായി. പക്ഷെ എനിക്ക് റെഡ് വേണ്ട, ഞാൻ വൈറ്റ് തന്നെ എടുക്കുകയാണ്. വൈറ്റ് കളറിലൂടെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പേപ്പറിന്റെ കളർ വൈറ്റ് ആയി. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ മതി. ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ അതാണ്ട് നമ്മൾ 1000 വിഡ്ത്തും 1000 ഹൈറ്റും ഉള്ള നമ്മുടെ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ ലോക്ക് മാറ്റാനുള്ളത്. നിങ്ങൾ ആദ്യം അത് അങ്ങ് ചെയ്യുക. നിങ്ങൾ എത്ര വലിയ വർക്കോ എത്ര ചെറിയ വർക്കോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ ലോക്ക് അങ്ങ് മാറ്റുക, ഒരു കോപ്പി എടുത്തങ്ങ് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഒരു ബാക്കപ്പ് ആയി കണ്ടോ. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കുന്നത് ഇന്നത്തെ വീഡിയോയിലല്ല. ഇന്ന് നമ്മൾ 2 ടൂൾ പഠിക്കുന്നുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൂടെ പഠിക്കും. നമുക്ക് പടം വരയ്ക്കാൻ ആവശ്യമുള്ള പേപ്പർ നമ്മൾ ഒപ്പിച്ചെടുത്തു. ഇനി നമുക്ക് പടം വരയ്ക്കാൻ എന്താ വേണ്ടത്? ഒരു പേന വേണം. ആ പേന നമ്മൾ എങ്ങനെ സെലക്ട്? ആ പേനയാണ് നമുക്ക് ഫോട്ടോഷോപ്പ് ഇവിടെ തന്നിട്ടുള്ള ബ്രഷ്. കണ്ടോ, ബൈ ദ വേ ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. കണ്ടോ, ഈ ടൂൾ ബോക്സ് പേര് പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ പ്രയോഗിക്കാനുള്ള ടൂളുകൾ എടുത്ത് വെച്ചിരിക്കുന്ന ബോക്സ്, അതാണ് ടൂൾ ബോക്സ്. അതിനകത്ത് താണ്ടെ നമ്മുടെ ബ്രഷ് ഇരിപ്പുണ്ട്. കണ്ടോ, നമ്മൾ അവിടോട്ട് മൗസ് പോയിന്റർ കൊണ്ടുപോയപ്പോൾ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് ബ്രഷ് ടൂൾ. അതിന്റെ ഷോർട്ട് കട്ടാണ് ഈ കാണിക്കുന്ന B. നമ്മൾ ഇവിടെ പോയി ഞെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പോയി നമ്മൾ ഞെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കീബോർഡിൽ B പ്രസ് ചെയ്താൽ മതി, നമ്മുടെ ബ്രഷ് വരും. ഈ ബ്രഷ് എടുത്ത് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാൻ പോകും. നമ്മൾ ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മുടെ മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ പടം വരയ്ക്കാം. ഇങ്ങനെയാണ് ബ്രഷ് ടൂൾ നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മായ്ക്കാൻ എന്തെങ്കിലും വേണ്ടേ? നമുക്ക് പേപ്പറായി, ബ്രഷായി, ഇനി എന്താ വേണ്ടേ? നമുക്ക് ഇറേസ് ചെയ്ത് കളയണം, അല്ലെ തുടച്ച് കളയണം. അതിനെന്താ വേണ്ടത്? നമ്മൾ ഇറേസർ തപ്പണം. അതെവിടെ ഉണ്ട്? നമ്മുടെ ടൂൾ ബോക്സിൽ താണ്ട കിടക്കുന്നു. ഇതാണ് ഇറേസർ. ഷോർട്ട് കട്ട് ഉണ്ട്, E. ഉണ്ടോ? വേണമെങ്കിൽ ടൂൾ ബോക്സിൽ വന്ന് എടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് E ഞെക്കിയാൽ മതി. E ഫോർ ഇറേസർ, B ഫോർ ബ്രഷ്, അങ്ങനെ ഓർത്ത് വെക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ E ഞെക്കി. കണ്ട, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ റബ്ബറിന്റെ സൈസ് മാറ്റാം. കണ്ടോ, നമ്മൾ കീബോർഡിൽ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്താണ്. ചെറുതാവും വലുതാവും, ചെറുതാവും വലുതാവും. അപ്പം ഞാൻ ഈ ഒരു സൈസ് വെച്ചിട്ട് തുടച്ച് കളയാം. കണ്ടോ, ഇപ്പൊ നമ്മൾ വരച്ചതെല്ലാം പോയി. ഇനി നല്ല വൃത്തിക്ക് ഞാൻ പടം വരയ്ക്കാൻ പോകും. ഇപ്പൊ നമ്മുടെ ടൂള് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറേസറാണ്. കണ്ടോ, ടൂൾ ബോക്സിൽ കണ്ട ഇറേസർ സെലക്ട് കിടക്കും. ഇത് വെച്ച് ഞാൻ വരച്ചാൽ ഒന്നും ആവത്തില്ല, ഇറേസറാണ്. ഉള്ളതോടെ മാഞ്ഞു കൊടുത്തേ ഉള്ളൂ. വീണ്ടും നമ്മൾ ബ്രഷ് എടുക്കുക, കീബോർഡിലോട്ട് പോയാൽ മതി, B ഞെക്കിയാൽ മതി. ആണ്ടെ നമ്മൾ ബ്രഷായി.
മനസ്സിലായോ? ഈ ബ്രഷ് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. നമ്മളിവിടെ ബ്രഷ് സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ മെനു ബാറിൻ്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ബ്രഷിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഏത് ടൈപ്പ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് കണ്ട് ഇവിടെ. ഈ ടൈപ്പ് ബ്രഷ് വേണ്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയ ബ്രഷ് വേണമെങ്കിൽ വേണ്ട, ഇത് ബ്രഷിന്റെ സെറ്റിംഗ്സ് ആണ്. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ബ്രഷ് എടുക്കാം. കുറച്ചുകൂടെ നല്ല സ്പ്രേ പെയിന്റ് ടൈപ്പ് ഉള്ള സ്പ്രേ പെയിന്റിന്റെ ആ ഒരു ഫിനിഷിങ് വരുന്ന ബ്രഷ് താണ്ടിരിക്കുന്നു, അത് സെലക്ട് ചെയ്യുക. വേണ്ട കണ്ടോ? ഇനി അതല്ല, പഴയത് തന്നെ മതി. ഇതാണ്ടേ കണ്ടോ, കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് വന്നു. ഇനി അത് വേണ്ട, കുറച്ച് ടെക്സ്ചർ ഉള്ള ബ്രഷ് ആയിക്കോട്ടെ. കണ്ടോ, കുറച്ചുകൂടെ ഹാർഡായിട്ടും തിന്നായിട്ടുള്ളത് വന്നു. ഇനി വേണ്ട ഈ ടൈപ്പ് ബ്രഷുകൾ കണ്ടോ. അങ്ങനെ പല പല ടൈപ്പ് ബ്രഷുകൾ നമ്മുടെ പ്രോപ്പർട്ടീസിലുണ്ട്. ബ്രഷിന് മാത്രമല്ല ഈ പ്രോപ്പർട്ടീസ് ഉള്ളത്. നമ്മൾ ടൂൾ ബോക്സിൽ പോയി ഏത് ടൂൾ സെലക്ട് ചെയ്യുന്നോ അതിനെല്ലാം ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഇറേസർ കണ്ട, ഇറേസറിനും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ബ്രഷ് കാണിച്ച പോലെ പല ടൈപ്പിൽ പല ടെക്സ്ചറിലുള്ള ഇറേസറുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഈ കാണുന്ന ടേമുകളൊക്കെ നമ്മൾ വഴിയേ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഒരു ബേസിക് എന്ന നിലയിൽ നമുക്ക് ബ്രഷ് ഇറേസറും പഠിക്കാം. അപ്പോൾ നമ്മൾ പിന്നെയും പടം വരയ്ക്കാൻ പോവാണ്. ബ്രഷിന്റെ ഷോർട്ട് കട്ട് B ഫോർ ബ്രഷ് B. കണ്ട, നമ്മൾ ഞെക്കി നമ്മുടെ ബ്രഷ് ടൂൾ ഇവിടെ വന്നിട്ടുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്, നമ്മുടെ ബ്രഷും വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ബ്രഷ് മാറ്റി കണ്ട, സൈസ് ഒന്ന് കുറച്ചു. ഞാനൊരു പടം വരയ്ക്കാം. ഈ ലോകത്ത് എല്ലാവരും വരച്ചിട്ടുള്ള ഒരു പടമാണിത്. നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് കണ്ട ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈപ്പ്, ഒരു പതർച്ച ഇടർച്ച ഒന്നും വരാതെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് താഴോട്ട് അല്ലെങ്കിൽ ഏത് വശത്തോട്ടാണ് നിങ്ങൾക്ക് വരയ്ക്കണമെന്ന് വെച്ചാൽ ആ വശത്തോട്ട് നമ്മുടെ ബ്രഷ് ഒന്ന് നീക്കിയാൽ മതി. കണ്ടോ, പക്ക സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടല്ലേ? കണ്ടോ, എങ്ങനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ദിശയിലോട്ടാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരച്ചാൽ മതി. ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വരച്ചിട്ടുള്ള ഒരു വീട്, അതാണ് ഞാൻ വരയ്ക്കുന്നത്. വീട്, കാക്ക, മല, സൂര്യൻ, ഈ സാധനമാണ് വരയ്ക്കാൻ. അല്ലെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു പോയിന്റ് കുത്തിയിട്ട് അടുത്ത് എവിടെയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടാലും മതി. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് 2 പോയിന്റ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പടം വരയ്ക്കാം. ഞാൻ കാണിക്കാം. ഇപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുത്തി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മറ്റേ സൈഡിൽ പോകും. അപ്പോൾ വേണ്ട, നമ്മൾ വരയ്ക്കേണ്ട, ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ സ്ട്രൈറ്റ് ലൈൻ വരും. വേണ്ട, ഇവിടെ കുത്തി അതിൻ്റെ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കുത്തി ഇപ്പോഴും വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇപ്പം നമ്മളൊരു വീട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെടി വരയ്ക്കാൻ പോവാം. ബ്രഷിന്റെ കളർ ഒരു പച്ച നമുക്ക് കൊടുത്തു നോക്കാം. അതിനി എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഒരു ബ്ലാക്കും ഒരു വൈറ്റും കിടക്കുന്നത്. ഇവിടാണ് നമ്മുടെ ബ്രഷിന്റെ കളർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ഫോർഗ്രൗണ്ട് കളറും ഈ ബാക്കിൽ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറും. പേര് പറയുന്ന പോലെ തന്നെ ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്. ഇത് നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും. ഈ കിടക്കുന്ന വൈറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കീബോർഡിൽ X അടിച്ചാൽ മതി. കണ്ടോ, ഇപ്പം നേരത്തെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കിടന്ന വൈറ്റ് ഇപ്പം ഫോർഗ്രൗണ്ട് കളറായിട്ട് വന്നു. അതാണ് നമ്മുടെ സംഭവം. അങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. കണ്ടോ, X അടിക്കുമ്പോൾ ഫ്രണ്ട് മാറി തിരിഞ്ഞും വരും. നമുക്ക് ഈ കളർ മാറ്റിയിട്ട് ഒരു പച്ച വേണമെന്ന് നമ്മൾ പറയും. കാരണം നമ്മൾ ചെടി വരയ്ക്കാൻ പോകും. അപ്പോൾ ജസ്റ്റ് ആ ഫോർഗ്രൗണ്ട് കളറിന്റെ ബോക്സിലൊന്ന് ഞെക്കുക. അപ്പോൾ ഇവിടെ ഒരു കളർ ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോർഗ്രൗണ്ട് കളർ ഏത് വേണമെന്നാണ് നമ്മൾ ഇനി തീരുമാനിക്കാൻ പോകുന്നത്. നമുക്ക് ഏതാ വേണ്ടത്? പച്ച. കണ്ടോ, പച്ച നമ്മൾ സെലക്ട് ചെയ്യും. ഇഷ്ടമുള്ള പച്ച എടുക്കാം. തത്തപ്പച്ച വേണോ, അല്ലെ പച്ച തത്ത വേണോ, മഞ്ഞത്തത്ത വേണോ, ഏത് തത്ത വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. കണ്ടോ, ഈ പച്ച എടുത്തു, നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട്. കണ്ടോ, പച്ചയായിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകും ചെടി. നമ്മൾ ചെടിയുടെ ഭംഗിയൊന്നും നോക്കണ്ട. കണ്ടോ, നമ്മളിപ്പോൾ ഒരു പച്ച കളർ ചെടിയും വരയ്ക്കാൻ പോകും. നമ്മൾ ചെടി വരച്ച്, ഈ ചെടി എന്ന് പറയുമ്പോൾ നമുക്ക് പൂവും കൂടെ വേണം. അപ്പോൾ അതിന് നമ്മൾ വേറൊരു കളർ സെലക്ട് ചെയ്യാൻ പോകും. നമ്മൾ ഈ പച്ച നമ്മൾ കളയുന്നില്ല, X അടിക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് കളർ ഫ്രണ്ടിലോട്ട് പോകും. നമ്മളതിലൊരു മഞ്ഞ പൂ വരയ്ക്കാൻ പോകും. വേണ്ട, നേരത്തെ പോലെ തന്നെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു, കളർ ബോക്സ് വരുന്നു, അതിൽ ഇഷ്ടമുള്ള കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഒക്കെ ഉള്ളൂ. കണ്ടോ, ഇനി അതിൽ നമ്മൾ ചുമ്മാ കുറേ ഡോട്ടായിട്ട്, അല്ലെങ്കിൽ ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ്. അല്ല, ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി ബ്രഷ് ഒന്ന് മാറ്റാം. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ബ്രഷ് സെലക്ട് ചെയ്യുന്നു, ബ്രഷിൻ്റെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഇഷ്ടമുള്ള ഒരു ബ്രഷ് ടൈപ്പ് എടുക്കുക. കണ്ടോ കണ്ടോ, ഇഷ്ടമുള്ള രീതിയിൽ ചുമ്മാ വരച്ചു കൊടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇനി വേണമെങ്കിൽ നിനക്ക് തുടച്ചളയാം. നേരത്തെ പറഞ്ഞല്ലേ, കീബോർഡിൽ അടിച്ചാൽ മതി. വേണ്ട, സൈസ് കുറയ്ക്കുക, തുടച്ച് കളഞ്ഞ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ഈ തുടച്ച് കളഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ അടിച്ചാൽ. എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യാൻ, മനസ്സിലായല്ലോ? ഈ ഫയൽ നമ്മൾ സേവ് ചെയ്യാൻ അതിനി എങ്ങനെ? Ctrl+Shift+S അടിക്കുക, സേവ് ആസ്. നമ്മൾ പുതിയതായിട്ട് ഒരു ഫയൽ സേവ് ചെയ്യാൻ പോകും. Shift+Ctrl+S അടിച്ചു. അപ്പം നമ്മളോട് ഫോട്ടോഷോപ്പ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലൗഡിലോട്ട് സേവ് ചെയ്യണോ? അപ്പം നമ്മൾ പറയുക ക്ലൗഡിലോട്ട് സേവ് ചെയ്യേണ്ട, നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്താണ്. ക്ലൗഡിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഏതാണോ അതിലോട്ട് സേവ് ചെയ്യുമ്പോൾ, അപ്പോൾ സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. നമ്മൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡ്രോയിങ് നമ്മൾ നേരത്തെ കൊടുത്ത തന്നെ പേര് അത്. പിന്നെ ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഫയൽ ആണോ എന്ന് നോക്കാം. ഫോട്ടോഷോപ്പ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .psd ആണ്. അതാണോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യാം. നമ്മളിപ്പം നമ്മൾ വർക്ക് ചെയ്ത ഫയലാണ് സേവ് ചെയ്യുന്നത്, നമ്മൾ പടമല്ല സേവ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ നമ്മൾ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്തത് ആ ക്യാൻവാസ് ആണ് ഇപ്പോൾ സേവ് ചെയ്യുന്നത്, പടമല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പേര് കൊടുക്കണം, Ctrl+Shift+S അടിച്ച് നമ്മൾ സേവ് ആസ് കൊടുക്കണം, സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ കൊടുക്കണം, നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കണം, ഫോട്ടോഷോപ്പ് ഫയൽ ആണോ ചെക്ക് ചെയ്യണം, അതായത് .psd ആണോ ചെക്ക് ചെയ്യണം, സേവ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. എവിടെ? ഡെസ്ക്ടോപ്പിലോട്ട്. എന്തായിട്ട്? PSD ആയിട്ട്. കണ്ടോ? ഇപ്പം ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നതുണ്ടോ PSD? അതാണ് നമ്മൾ ഇപ്പം പോയി ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഈ ഫയൽ സേഫ് ആണ്. ഇപ്പം നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്ത ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ ഫോട്ടോഷോപ്പിലോട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ നേരത്തെ എന്താണോ ചെയ്തു വെച്ചത് അതെല്ലാം ഇപ്പം അവിടെ ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു അഡീഷൻ ആയിട്ടൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇനി ഇവിടെ ഒരു സൂര്യനെ വരയ്ക്കാൻ പോകും. ഇപ്പോൾ ബ്രഷ് എടുത്തിട്ടുണ്ട്, സൂര്യൻ ടെക്സ്ചർ ഇതല്ല, ഒരു റൗണ്ടാണ്. നമ്മൾ ബ്രഷ് എടുത്തു, ബ്രഷിൻ്റെ സെറ്റിങ്സ് എടുത്തു, അതിനകത്ത് ഒരു വട്ടം, അതായത് ഹാർഡ് എഡ്ജ് വരുന്ന ബ്രഷ് സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു സൂര്യനായി. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാർ കണ്ടോ? നേരത്തെ നമ്മൾ സേവ് ചെയ്ത ഫയലിൽ നിന്നും ഒരു അപ്ഡേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സൂര്യൻ വന്നിട്ടുണ്ട്. ആ അപ്ഡേഷൻ നമുക്കിനി സേവ് ചെയ്യണം. ഈ സ്റ്റാർ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഫയലിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് സേവ് ചെയ്യണ്ടേ? നേരത്തെ പോലെ സൂര്യൻ ഇല്ലാതിരുന്നാൽ പോരല്ലോ, നമുക്ക് ആ സൂര്യനും കൂടെ നമ്മുടെ സേവ് ചെയ്ത പടത്തിൽ വേണ്ടേ? അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് Ctrl+S അടിക്കുക എന്നുള്ളതാണ്. Ctrl+S, മനസ്സിലായോ? Ctrl+S. ഇപ്പം നമ്മുടെ ആ ഫയൽ, അതായത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത ഫയൽ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചുമ്മാ ഒരു പടം കൂടെ വരച്ചു. കണ്ടോ? ചുമ്മാ ഒരു കുത്തിവരെയും കൂടെ വരച്ചു. അത് കണ്ട അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ഫയലിൽ. കണ്ടോ? അത് നമുക്ക് സേവ് ചെയ്യണം, വേണമെങ്കിൽ സേവ് ചെയ്താൽ മതി. ഇല്ലേ അത് വേണ്ട, നമുക്ക് ഈ കുത്തി വരച്ചത് വേണ്ട. Ctrl+Z അടിച്ചാൽ മതി, അൺഡു ആയിപ്പോയി. മനസ്സിലായോ? വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് Ctrl+S അടിച്ചു. നമ്മുടെ ഫയലിന് എന്ത് അപ്ഡേഷൻ വന്നാലും അത് നമ്മുടെ മെയിൻ ഫയലിലോട്ട് ചെല്ലണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ Ctrl+S അടിക്കണം. ഈ സ്റ്റാറിൻ്റെ കാര്യം ഓർമ്മ വേണം, നമ്മൾ സേവ് ചെയ്ത കാര്യം ഓർമ്മ വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ബ്രഷ് പഠിച്ചു, ബ്രഷിൻ്റെ ടൈപ്സ് പഠിച്ചു, ഇറേസർ പഠിച്ചു, സേവ് ആസ് പഠിച്ചു, സേവ് ചെയ്യാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്ര നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. കാരണം ഇതൊന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ കിടിലങ്ങളാകത്തുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ അത് ദയവ് ചെയ്ത് കമന്റിലൂടെ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.